അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പെട്ടെന്ന് തന്നെ 3 നോമ്പ് പോയി. കോൺഫ്ലവർ ജെല്ലിയാക്കിയിട്ട് ഒരു ഫലൂദ ഉണ്ടാക്കി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഒരു പാത്രം അടുപ്പിൽ വെക്കുക. അതിലേക്ക് 1.5 കപ്പോളം ശംഖുപുഷ്പത്തിൻ്റെ ലിക്വിഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 4 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണോളം കോൺഫ്ലവർ പൗഡറും ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് ജെല്ലിയാക്കിയിട്ട് എടുക്കുക. എല്ലാം മിക്സാക്കി എടുത്തതിന് ശേഷം മാത്രം തീ കത്തിക്കുക. നമ്മുടെ ലിക്വിഡ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം ഒരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കണം. ഇനി 1/2 ലിറ്റർ പാലിലേക്ക് ഒരു 5 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു ബൗളിൽ ഒരു 3 ടീസ്പൂണോളം കസ്റ്റാർഡ് പൗഡർ, അത് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കലക്കി വെക്കുക. എന്നിട്ട് ഈ പാല് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് 1 ടീസ്പൂണോളം പിസ്ത കളറില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുക. ഫലൂദക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഉണ്ടാവും. തിളച്ച് വരുന്നതിന് ഫ്ലെയിം ഓഫാക്കുക. എന്നിട്ടൊന്ന് തണിയാൻ വെക്കുക. ഇനി ജെല്ലി നമ്മൾ ഒരു കത്തി കൊണ്ട് വരഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. അതൊന്ന് ഇളക്കി ഇടണേ. ഒന്ന് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ കസ്റ്റാർഡും നല്ലപോലെ തണിഞ്ഞതിന് ശേഷം ഇതിലേക്ക് മിക്സാക്കി കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുക. ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഒന്ന് ചൂടാവറേ, തണിഞ്ഞേ തന്നെ ഇട്ട് കൊടുക്കണം. ചൂടായി കഴിഞ്ഞാൽ അത് രസം ഉണ്ടാവില്ല കഴിക്കാൻ. 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി തണുപ്പിച്ചെടുക്കുക. എന്നിട്ട് കഴിക്കാനെടുക്കുക. സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.